ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേനെ കേട്ടോ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. അത് മാഡത്തിന്റെ കുറ്റാണോ? മാഡം വരുമ്പോ അവരില്ല പറയണത്. അവര് നോട്ടീസൊക്കെ കൊടുത്ത് മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണ്ടേ? അല്ല, വലിയ മാധ്യമപ്രവർത്തകർ പറയണ്ടേ? ഒരു പ്രശ്നവും ഇല്ല. വിനുവിനെ ഫോൺ ചെയ്ത് അവര് വരുന്നത് പോലെ എന്നെ ഫോൺ ചെയ്തിട്ടല്ലല്ലോ വരുന്നേ. അല്ല, അന്നേരം ഞാൻ അവര് പോയി കഴിഞ്ഞ് വന്നു എന്ന് പറയും. ആരുടെ കള്ളി പൊളിക്കാനാണോ അവര് വന്നത്? അവര് വിളിച്ചു നിർത്തിയിട്ട് അവര് കള്ളി പൊളിക്കണം, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് വരണോ? മനസ്സിലാവട്ടോ? വിനു മോഹൻ പത്തനംതിട്ട ജില്ലയിലുള്ള ആളല്ലേ. 10 വർഷം മുൻപ് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്നോ? അടൂര് ഒരു കെട്ടിടങ്ങൾ, എത്ര പുതിയ കെട്ടിടങ്ങൾ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒന്നാന്തരമായി 52 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ. കോഴഞ്ചേരിയിൽ 30 കോടി രൂപ കെട്ടിടം പൂർത്തിയായി. കോന്നി താലൂക്ക് ആശുപത്രിയിൽ, ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് ജനറൽ ആശുപത്രി. ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റാന്നി ആശുപത്രിയിൽ കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാവുന്നു. ഒരു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കി. അവിടെ NMCയുടെ അഡ്മിഷൻ യാഥാർത്ഥ്യമാക്കി. അവിടെ 4ാം വർഷത്തിലെ കുട്ടികൾ പഠിക്കുകയാണ്. ഇതൊക്കെ ചെയ്തത് മേടാ. എല്ലാ കെട്ടിടവും ഉണ്ടല്ലോ അതിട്ട് ഇങ്ങനെ കൂത്തണ്ടാക്കി കൊടുത്തത് മേടാ. ഒന്നും പറയാല്ലേ. ഈ മികവൊക്കെ മേഡത്തിന്റെ. പ്രശ്നങ്ങൾ വന്നാൽ എന്താ പഴുവ് ചോദിക്കും, അത് വേറെ കാര്യം പറയുന്നത്. ഇനി ഒറ്റ കാര്യം പറയട്ടെ, ആരോഗ്യ മേഖലയിൽ, സർക്കാർ ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുന്നത് സാധാരണക്കാരാ. നിസ്സഹായരായിട്ടുള്ള, ശബ്ദമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകണമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അതെ മാഡം. അല്ലാത്തവരൊക്കെ സ്വകാര്യ ആശുപത്രിയാണ് തങ്ങളുടെ ജീവൻ രക്ഷിച്ചതെന്നും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പോയിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. ഈ ഗതികേടിന്റെ ഊക്കൊണ്ട് പാവം നിസ്സാരമായിട്ടുള്ള, ശബ്ദമില്ലാത്ത, എന്തും അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരനാണ് ആ ആശുപത്രി. അവിടെയാണ് നിങ്ങൾ ഈ കെട്ടിടങ്ങൾ മാത്രം പറയുന്ന കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പോയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള പേപ്പറിന് പൈസ ഇല്ല എന്നൊരാൾ പറഞ്ഞത് ഇപ്പോഴല്ലേ മെഡിക്കൽ കോളേജ് സമരങ്ങൾ നടക്കുന്നില്ലേ? അവിടുത്തെ ലാബുകളിലേക്ക് വാങ്ങാനുള്ള സാധനം ഇല്ല, അത് കൊടുക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റാഫില്ല, സാധനങ്ങളില്ല, പരിശോധന. കണ്ണിന് മുമ്പിൽ ഇത്രയും കേസുകൾ വന്നില്ലേ, ഇത്രയും പിഴവുകൾ ഉണ്ടായിട്ട് അതിനെതിരെ എന്ത് ചികിത്സയാണോ ഉണ്ടായിരിക്കുന്നത്? പ്രാഥമിക ആരോഗ്യ പരിശോധന പോലും ഇല്ലാണ്ട് CPR കൊടുക്കാൻ പറ്റാണ്ട് ഒരാളുടെ ജീവൻ പോയില്ലേ സ്വകാര്യ ആശുപത്രിയിൽ ഷിഫ്റ്റ് ചെയ്തു. ചട്ടപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? സസ്പെൻഷനാണ് ആദ്യത്തേത്, അല്ലേ? ചട്ടപ്രിയാണ് ഇപ്പൊ മാഡം പറഞ്ഞത്. വ്യവസ്ഥയാണ് അവർ ഫെയിലിയർ ആയിട്ട് പറഞ്ഞത്. അവിടെ സ്റ്റാഫില്ല, അത് നോക്കാനുള്ള ആളില്ല, കമ്മിയാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥയുടെ ഫെയിലിയർ ആയിട്ട് മാഡം ചെയ്യേണ്ടിയിരുന്നത് വ്യവസ്ഥ സ്ഥാപിക്കലും വ്യവസ്ഥ സുതാര്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതാണ് ഒരു വകുപ്പിന്റെ മന്ത്രിയുടെ ചുമതല എന്ന്. വ്യവസ്ഥയുടെ പരാജയം എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥ അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ പരാജയം തന്നെയാണ്. ഓർത്താൽ